ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മളടുത്ത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സോപ്പ് ബേസും അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്നതല്ലാത്ത എക്സ്ട്രാ എന്തെങ്കിലും സോപ്പ് ബേസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രീ ബുക്കായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒരു 4-5 ദിവസം കൊണ്ട് നമുക്കത് സ്റ്റോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ്റെ പ്രീമിയം ക്വാളിറ്റി വരുന്ന ബേസാണ്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഞാൻ വെക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് സെയിലുള്ളതും ആയിട്ടുള്ളൊരു ബേസാണ്. അതായത് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനേക്കാളും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയവർ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ബേസാണ്. എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്, നല്ല ബേസാണ്. അപ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റീൻ്റെ ബേസാണ്. ഇത് SLS പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ബേസ് നമുക്ക് ബൾക്കായിട്ട് അതേപോലെ ഓർഡർ വരുമല്ലോ ആ ടൈമിൽ, അതായത് ഷോപ്പിലേക്ക്, സൂപ്പർ മാർക്കറ്റ്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കുറച്ച് ഓർഡർ വന്നിരുന്നു 200 സോപ്പ് അങ്ങാണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ ഞാൻ ഈ സോപ്പ് ബേസാണ് യൂസ് ചെയ്തത്. ഈ സോപ്പ് ബേസും കുറച്ച് പ്രീമിയം ബേസും യൂസ് ചെയ്തിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വല്ല ലാഭം കിട്ടില്ല, അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് വരുന്നത് നമ്മുടെ അലോവറിൻ്റെ ബേസാണ്. അലോവറിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുള്ള ബേസാണ് കേട്ടോ. എല്ലാതും നല്ല പ്രീമിയം ക്വാളിറ്റി ബേസാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റി മാത്രമുള്ള പ്രീമിയം അല്ലാത്തതൊക്കെ കാണിക്കുന്നത് പ്രീമിയം ആണ്. അടുത്തത് ഇനി വരുന്നത് നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ബേസാണ്. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഈ ഷിയ ബട്ടറിൻ്റെ ബേസും ഗോട്ട് മിൽക്കിൻ്റെ ബേസും ഒക്കെ വരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത്. നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് ഷിയ ബട്ടർ. അതായത് പിന്നെ അതുമല്ല, ഈ തണുപ്പിൽ ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന മുരിച്ചിലൊക്കെ തടയാൻ ഈ ഷിയ ബട്ടറിൻ്റെ ബേസ് നിങ്ങളെ സഹായിക്കും. ഇനി ഇത് നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ്. ഇതൊക്കെ നമ്മൾ ഒരു 1 kg അങ്ങനെ 2 kg ഒക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ പാക്കാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബേസാണ് നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ്. എല്ലാം പ്രീമിയം ബേസാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ അതിന് കളറ് ചേഞ്ചായി വരുന്നു. അതിനൊക്കെ കാരണം വരുന്നത് നമ്മുടെ ബേസിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല ബേസ് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് വരുന്നത് നമ്മുടെ റെഡ് വൈൻ്റെ ബേസാണ്. അപ്പോൾ നിങ്ങൾ കരുതും റെഡ് വൈൻ ഒരു റെഡ് കളറല്ലേ വരിക, ഇതെന്താ മെറൂൺ. ശരിക്കും റെഡ് വൈൻ ബേസിന് ഈ കളറാണ് കേട്ടോ വരിക. ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് ബേസ് വരുന്നത്. ഇതിന് കുറച്ച് റേറ്റും വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വരുന്നത് നമ്മുടെ ചാർക്കോളിൻ്റെ ബേസാണ്. നമ്മുടെ ഓയിലി സ്കിന്നേഴ്സിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബേസാണ് ചാർക്കോൾ ബേസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഫോർഡബിൾ ആയിട്ടാണ് നമ്മുടെ ഈ പ്രീമിയം ക്വാളിറ്റി ബേസ് എനിക്ക് കഴിയുന്നതിന് ഞാൻ അത്ര അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് വന്നിട്ടുള്ള ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കുറച്ച് വീഡിയോസാണ് അന്ന് ഞാൻ ആ പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്താണ്. എനിക്ക് 200 സോപ്പിനാണ് ഓർഡർ വന്നത്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. 122 സോപ്പേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാരണം അപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് കഴിയാണ്ടായി, ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായിപ്പോയി. ഒരു ദിവസം കൊണ്ട് തന്നെ എടുത്ത് പണിയായതുകൊണ്ട് 2-3 ദിവസമൊക്കെ എടുത്ത് വെച്ച് ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതായി. അപ്പോൾ നമ്മൾ ഏതായാലും 122 സോപ്പ് അയച്ചു കൊടുത്തു. പിന്നെ നമ്മളെടുത്ത് ഇവിടെ നിങ്ങൾക്ക് ശംഖുപുഷ്പം ഫ്ലവർ കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് സോപ്പ് ഉണ്ടാക്കാനും ഫേസ് വാഷ് ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള ശംഖുപുഷ്പം ലിക്വിഡും നമ്മളടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ ശംഖുപുഷ്പം പൗഡറും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ഉണ്ടാക്കാൻ, അതേപോലെ ബ്ലൂ ടീ ഉണ്ടാക്കാൻ, ക്രീം ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ബേസ് എടുക്കുമ്പോൾ നല്ല ബേസ് എടുത്തിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കിയാൽ തന്നെ സോപ്പിന് കട്ടിയും പതയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് മെൽറ്റായി പോവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം സോപ്പിന് നല്ല കട്ടിയും കനവും, അങ്ങനെ പെട്ടെന്ന് പിടിച്ചാൽ അങ്ങനെ നെളിങ്ങി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും നല്ല സെയിൽ കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ